ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആറ്റുകാൽ പൊങ്കാല ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് ലക്ഷക്കണക്കിന് അമ്മമാരാണല്ലേ നമ്മുടെ അനന്തപുരിയിൽ ആറ്റുകാലമ്മയുടെ അടുത്ത് പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അന്ന് പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിടാൻ പറ്റിയില്ല, അതുകൊണ്ട് വീട്ടിലാണ് ഇട്ടത്. പക്ഷേ എൻ്റെ ചേച്ചിയും അമ്മയും പോയിട്ടുണ്ടായിരുന്നു. അവരാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് അയച്ചു തന്നത്. രാവിലെ 3 മണിയായപ്പം പോയിട്ട് ഒരു ചാക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിന്നത്. അവിടെ നിന്ന് അവരെല്ലാം റെഡിയാക്കിയതിന് ശേഷം എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ്. അപ്പോൾ നമ്മുടെ പൊന്നൂസ് അവരുടെ കൂടെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ചേച്ചിയുടെ മോക്ക് വരാൻ പറ്റാതെ കൊണ്ട് പൊന്നൂസും പറഞ്ഞ് ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഞാനും പോകുന്നില്ലെന്ന്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവർ പൊക്കോട്ടെ, നമുക്ക് വീട്ടിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ മിന്നൂസിനെയും പിന്നെ നാത്തൂൻ്റെ മോനും ഇവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും സ്കൂളിൽ പറഞ്ഞയച്ചു. സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഞാൻ പിന്നെ പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. പക്ഷേ സമയത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കേട്ടത് 10:30 എന്നുള്ള സമയമായിരുന്നു. പക്ഷേ 9:45 തീ കത്തിച്ചു. രാവിലെ അപ്പം കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ആദ്യം പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചു. അതിനുശേഷം പിന്നെ ഇവിടെ മുറ്റമൊക്കെ ഒന്ന് കഴുകി കല്ലൊക്കെ കഴുകി എടുത്ത് ഒന്ന് വെച്ചു. പിന്നെ മണലിട്ടിട്ട് അടുപ്പൊക്കെ കൂട്ടി കത്തിച്ചു. അപ്പോഴത്തേക്ക് സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. മോളാണ് തീ കത്തിച്ചത്. അവൾക്ക് ഇതിനോടൊക്കെ വെച്ചിട്ട് താല്പര്യമുണ്ട്. അപ്പം പിന്നെ അവൾ എന്നെ കത്തിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അവൾ പോയി ആറ്റുകാലിൽ പോയി ഇടാമെന്ന് വിചാരിച്ചിരുന്നതല്ലേ, അവൾ എന്നെ കത്തിച്ചോട്ടെ എന്ന് വെച്ചു. ഞാനിവിടെ വീട്ടിൽ പായസം മാത്രമാണ് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അമ്മയൊക്കെ അവിടെ മണ്ടപ്പുറ്റും തെരളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ പായസം മാത്രം വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ അരി കഴുകിക്കോളാമെന്നും പറഞ്ഞ് മോള് വന്നു. എല്ലാം ഞാൻ തന്നെ ചെയ്തോളാമെന്നും പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അവൾ അരിയൊക്കെ കഴുകിയിട്ടു. ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ തെളിച്ചു കൊടുത്തു. അപ്പോൾ അവൾ അരിയൊക്കെ 3 പ്രാവശ്യം കഴുകിയിട്ട് അതെങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതേപോലെ അവൾ അത് അരിയൊക്കെ ഇടുകയാണ്. അങ്ങനെ 3 പ്രാവശ്യം അവൾ അരി കലത്തിലേക്ക് ഇട്ടു കേട്ടോ. ബാക്കി ഞാൻ മേടിച്ചങ്ങ് ഇടുക ചെയ്തത്. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കയ്യിലേക്ക് ബാക്കി തെറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചങ്ങ് ഇടുക ചെയ്തത്. പിന്നെ ഒരു കാത്തിരിപ്പ് വന്നല്ലേ പൊങ്കാല തിളച്ച് തൂവുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അരിയൊക്കെ തിളച്ച് തൂവി കേട്ടോ. അരിയൊക്കെ തിളച്ച് തൂവി കഴിഞ്ഞപ്പോഴേ പൊന്നു ചോദിക്കുന്നുണ്ട് അടുത്ത് ശർക്കര ഇടട്ടോ എന്ന്. അപ്പം കുറച്ച് നേരം വേവട്ടെ എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് വെന്തതിന് ശേഷം ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തു. ശർക്കരയും 3 പ്രാവശ്യം അവളെ കൊണ്ട് ഇടിയിപ്പിച്ചിട്ട് ബാക്കി ഞാനങ്ങ് മേടിച്ചിടുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു കേട്ടോ. സാധാരണ കൽക്കണ്ട് കിട്ടുവാണെങ്കിൽ കൽക്കണ്ടായിരുന്നു ഇടുന്നത്. കൽക്കണ്ട് കിട്ടാത്തതുകൊണ്ട് ശർക്കര ഇട്ടു. തേങ്ങ നേരത്തെ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ തേങ്ങയും 3 പ്രാവശ്യം ഇട്ടു. ഞങ്ങളുടെ കലത്തിൽ ഒരു 1/2 കിലോ അരി കൊള്ളത്തില്ലായിരുന്നു. ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അങ്ങ് കലം നിറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇളക്കാനൊക്കെ നല്ല പാടായിരുന്നു. അപ്പം കുറേശ്ശെ ഇട്ട് ഇളക്കി എടുക്കുമായിരുന്നു. ഏലക്കയും പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഏലക്ക ഇട്ട് കൊടുത്തു. അപ്പം നെയ്യും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്തു. എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാനുള്ള പാടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് കുറച്ച് പഴവും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് ഇളക്കിയിട്ട് ഒരു ഇലയിട്ട് അടച്ചു വെച്ചു. പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. 2:15 നേദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ കാത്തിരിപ്പായിരുന്നു. പായസം കുറച്ച് ലൂസായിട്ടാണ് ഇരുന്നിരുന്നത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അടുപ്പിൽ തീ ഉണ്ടായിരുന്നു. ആ തീയിൽ ഇരുന്ന് നല്ല പായസം നേദിക്കുന്ന സമയത്ത് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസ് അവിടെ നിന്ന് ചിരിക്കുന്നത് ഞാൻ അവളുടെ അടുത്ത് തവി തിരിച്ചു വയ്ക്കാൻ പറഞ്ഞപ്പോൾ അവൾ വിചാരിച്ചു കിഴക്കോട്ട് വയ്ക്കാനാണ്. അപ്പം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും എല്ലാം തിരിച്ചിട്ട് ഇങ്ങനെയാണോ എന്ന് എന്നോട് ചോദിക്കുകയാണ്. അതാണ് അവൾ ചിരിച്ചുകൊണ്ട് പോകുന്നത്. 2:15 നേദിക്കുന്ന സമയത്തും ചേച്ചി എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേദിക്കുന്ന സമയമായപ്പോഴത്തേക്ക് ഞങ്ങളും നേദിക്കുന്ന എങ്ങനെയാണെന്ന് യൂട്യൂബിൽ കൂടെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യൂട്യൂബിൽ പറഞ്ഞ കണക്ക് തന്നെ രാവിലെ തന്നെ ഒരു തീർത്ഥം കിണ്ടിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തുളസി ഇലയൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൊങ്കാലയിടുന്ന മെയിൻ ആൾ പൊന്നൂസാണല്ലോ. അപ്പോൾ നേദിക്കാൻ സമയത്ത് ഞാൻ പൊന്നൂസിനെ വിളിച്ചപ്പോഴത്തേക്ക് ആൾ പിണക്കത്തിലായിരുന്നു. അവൾ എന്നോട് എന്തിനോ വേണ്ടിയിട്ട് ഫോൺ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പം ചാർജ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം തരത്തില്ലെന്ന് പറഞ്ഞു.
2-3 വട്ടം ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പോഴത്തേക്ക് ആൾ പിണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പിണങ്ങിപ്പോയിരിക്കുമായിരുന്നു. അപ്പം കുറേ നേരം വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നേദിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അവൾ എത്തിയതിന് ശേഷം കിണ്ടിയിൽ നിന്നും തുളസിയും പൂവും എടുത്ത് 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അതിലോട്ട് ഇടാൻ പറഞ്ഞു. പിണക്കത്തിലായിരുന്നത് കൊണ്ട് തന്നെ വലിയ രസമില്ലാതെയാണ് ചെയ്തത്. എന്നാലും എല്ലാം നല്ല രീതിയിൽ നടന്നു. 2:15 ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ മുറ്റത്ത് ചവിട്ടി നിൽക്കാൻ വയ്യായിരുന്നു, അത്രയ്ക്ക് ചൂടായിരുന്നു. എന്നിട്ട് ഞാൻ കർപ്പൂരമൊക്കെ കത്തിച്ച് ഒഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.